പങ്കുവെക്കലുകൾ ഉണ്ടെങ്കിലേ സ്നേഹം അതിന്റെ പൂർണ്ണതയിലെത്തും. എന്താണ് പങ്കുവെക്കൽ? എന്തും നമുക്ക് പങ്കുവെക്കാം, ആരായിട്ടും പങ്കുവെക്കാം. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇന്റിമേറ്റ് ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ എല്ലാം പങ്കുവെക്കും. ആ പങ്കുവെക്കലില് നമുക്ക് സന്തോഷാവാം, സങ്കടങ്ങളാകാം, സ്വപ്നങ്ങളാകാം, ആശങ്കകളാകാം, എല്ലാം നമുക്ക് പങ്കുവെക്കാം അല്ലെ. നമ്മൾ ചെറുപ്പം തൊട്ട് കുട്ടികളോടും നമ്മൾ പറയും, കൊച്ചു മക്കളോട് പറയും, എല്ലാം ഷെയർ ചെയ്ത് കഴിക്കണം, അല്ലെങ്കിൽ എല്ലാം ഷെയർ ചെയ്യണം കേട്ടോ. മിഠായി ആയാലും വേറെ എന്തായാലും എന്ത് കിട്ടുമ്പോഴും ഷെയർ ചെയ്യണം. സിബ്ലിങ്സിനോട് പറയും, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. അപ്പൊ ചെറുപ്പം തൊട്ട് നമ്മൾ ഷെയറിങ് കുട്ടികളോടായാലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. വലുതാവുമ്പോഴും നമുക്ക് ഷെയർ ചെയ്യാം. ഈ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സങ്കടം, സന്തോഷം, ആശങ്ക, സ്വപ്നം എല്ലാം ഷെയർ ചെയ്യാം. പിന്നെ അതിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും ഷെയർ ചെയ്യുമ്പോൾ. എന്താ, അവരോട് നമ്മൾ ഇപ്പൊ സന്തോഷമാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനെ വിളിക്കും അല്ലെ. വിളിച്ചിട്ട് പറയും, ദേ ഇന്ന പോലെ കാര്യങ്ങൾ ഉണ്ടായി കേട്ടോ എന്ന് പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. സെയിം ടൈം നമുക്ക് വിഷമങ്ങൾ, സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിങ്ങനെ ഹെവി ആയിട്ട് നിൽക്കും അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ആരെങ്കിലോടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറുമല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ വിഷമങ്ങളിൽ കാര്യങ്ങൾ പറയും. വിഷമം ആ പറയുന്ന ആളോട് പറയുമ്പോൾ ആ ആൾക്ക് നമ്മുടെ വിഷമം മാറ്റിത്തരാൻ പറ്റില്ലെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ പങ്കുവെച്ചാലല്ലേ അത് നടക്കുള്ളൂ. പങ്കുവെക്കാണ്ട് ഷെയർ ചെയ്യാണ്ട് മനസ്സിൽ തന്നെ ഇട്ട് നടന്ന് നമ്മുടെ ഹെൽത്ത് കേടാക്കണേലും നല്ലത് നമ്മളൊന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിനോടോ ആരോടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോടാണ് അടുപ്പം അവരോട് നമ്മൾ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നും. ഈ ഷെയറിങ്ങിനെ പറ്റി പറയുമ്പോൾ എല്ലാ സ്ഥലത്തും, ഇപ്പൊ കേരളയിൽ മാത്രമല്ല, ഇപ്പൊ ഞാൻ ബോംബെയിലായിരുന്ന കാരണം ബോംബെയിലുള്ള മഹാരാഷ്ട്രീയൻ ഫ്രണ്ട്സിന്റെ പോലും കാര്യങ്ങള്, പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമല്ലോ. അപ്പൊ പറയും വീട്ടിലൊരു പാർട്ടീഷൻ, അതും ഒരു ഷെയറിങ് ആണ്. ആ പാർട്ടീഷൻ നടക്കണോട് കൂടിയിട്ട് കംപ്ലീറ്റ് റിലേഷൻസ് എല്ലാം മോശമാവും. കാലങ്ങളായിട്ട് മിണ്ടാണ്ട് നടക്കുന്ന ഫാമിലികളെ എനിക്കറിയാം. അതുവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര സ്നേഹത്തിലായിരുന്നു, എല്ലാമായിരുന്നു. എന്തിനാണ്? വെറുതെ അവരുടെ വാശിക്കും ഇതിനും വേണ്ടിയിട്ട് ഉള്ള വിഷമങ്ങൾ. അതും ഒരു ഷെയറിങ്ങിന്റെ പ്രോബ്ലമാണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാം ഷെയർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യും തോറും സങ്കടങ്ങളാണെങ്കിൽ കുറയും, സന്തോഷങ്ങളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം കൂടും. പിന്നെ സ്വപ്നങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം. ചിലപ്പോൾ നാളെ നമുക്ക് ഇപ്പൊ സപ്പോസ് ഒരു ട്രാവൽ ചെയ്യാനുള്ള സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ പറയാം, ഞാൻ ഇങ്ങനെ തായ്ലൻഡിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര അതൊരു സ്വപ്നമാണ് എൻ്റെ. അത് നമുക്ക് പറയാം. വേറെ നെഗറ്റീവായിട്ട് എടുക്കുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും, ഇപ്പൊ നടക്കും എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മളോട് പറയും. അപ്പൊ നമുക്ക് എന്തും ജീവിതത്തിൽ ഷെയർ ചെയ്യാൻ ഒരാളും വേണം. നമ്മൾ ഷെയർ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമില്ല, ഷെയർ ചെയ്യാൻ പറ്റിയ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാം. സന്തോഷവും ദുഃഖങ്ങളും സ്വപ്നങ്ങളും ആശങ്കകളും പങ്കുവെക്കുമ്പോൾ മാത്രമേ നമുക്ക് പരസ്പരം അറിയാൻ സാധിക്കുള്ളൂ അല്ലെ. അവര് അത് പറയുമ്പോൾ, ഇപ്പൊ ഒരു സങ്കടമുള്ള ഒരാള്, എനിക്കറിയാം BRC കോളനിയില് അയാള് ബാച്ചിലറായിട്ട് നല്ല സ്മാർട്ടായിട്ട് എപ്പോഴും കോളനിയിലൊക്കെ ഇങ്ങനെ മാർക്കറ്റിലൊക്കെ വെച്ച് കാണാറ്. സയന്റിഫിക് ഓഫീസർ ആയിരുന്നു. അപ്പൊ കാണാറുണ്ട്, ഇത്തിരി പ്രായമുണ്ട് കേട്ടോ. അപ്പോ നല്ല ഇതിലായിരുന്നു താമസിച്ചിരുന്നതും എല്ലാം. അപ്പോ ഒരു ദിവസം ഞാൻ കേട്ടു, അയ്യോ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു എന്ന്. അപ്പോഴാണ് അറിയണേ അദ്ദേഹത്തിന് ഇപ്പോ ലൈഫ് മുഴുവനും ഫാമിലിക്കായിട്ട് ജീവിച്ചു, കല്യാണമൊന്നും കഴിച്ചില്ല, അവര് നന്നായിട്ട് എന്നെ നോക്കി. അവരായിട്ട് നമുക്ക് പൈസ ഉള്ളപ്പോ, പൈസയും പ്രതാപവും ഉള്ളപ്പോ നമുക്ക് എല്ലാവരും ഉണ്ടാവും. അപ്പൊ അദ്ദേഹം റിട്ടയർ ആയിട്ട് അതുവരെ ക്വാർട്ടേഴ്സിലായിരുന്നു, റിട്ടയർ ആയിട്ട് നാട്ടിലേക്ക് ചെല്ലണു എന്ന് അറിഞ്ഞതും അവരുടെ ഫാമിലിക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ പൈസയും എല്ലാം അവർക്ക് ആവശ്യമായിരുന്നു. ഇനിയിപ്പോ റിട്ടയർ ആയി, ഇനി പെർമനന്റ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് നിൽക്കൂലോ, അദ്ദേഹത്തിന് നോക്കണം. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ വന്നപ്പോ ഇത്തിരി ബുദ്ധിമുട്ടുകൾ, സംസാരങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു,
ഒന്നും ആലോചിക്കാൻ നിന്നില്ല, സൂയിസൈഡ് ചെയ്തു. എന്നുവെച്ചാൽ ഒരു ഭാരം ആർക്കും അവിടെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഹെൽത്തി ആയിരുന്നു. എന്നും നടക്കാനൊക്കെ പോവാറുള്ളത് ഞാൻ കാണാറുള്ളത്. അപ്പോ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം മനസ്സിൽ ഭാരങ്ങൾ വരുമ്പോൾ. ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ ഒരു ക്ലോസ് ഫ്രണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആള് നന്നായിട്ട് തന്നെ, ആരായാലും അത് ലേഡി ആയാലും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആരായാലും നല്ലൊരു ഉപദേശം തരും. പോട്ടെ, വിഷമിക്കേണ്ട, എല്ലാം നമുക്ക് അതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യാം നമ്മുടെ പ്രോബ്ലം. അപ്പൊ അവരെയും കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അബദ്ധങ്ങളൊന്നും പറ്റില്ല, അല്ലേ? നമ്മുടെ എല്ലാം ജീവിതത്തിൽ പങ്കുവെക്കലുകൾ ഉണ്ടാവട്ടെ, പരസ്പരം അറിയാൻ സാധിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കാനും പറ്റട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.